മാമ്പഴ സീസണായിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയില്ലേ എന്തായാലേ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ സ്റ്റൗവിലേക്ക് നമ്മളൊരു ചട്ടി വെക്കുക. അതിലേക്ക് ഞാൻ മാമ്പഴം അരിഞ്ഞാണ് ചേർത്തത്. ഇത് നമ്മുടെ നാട്ടുമാമ്പഴം അല്ല കേട്ടോ, അത് ഞാൻ അരിഞ്ഞാണ് ചേർത്തത്. അതിലേക്ക് കീറിയിട്ടേക്കുവാണ് പച്ചമുളക്, പിന്നെ കുറച്ച് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ കുറച്ച് ചേർത്താൽ മതി, പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് ചേർക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ഒരു 15 to 20 മിനിറ്റ്സ് വെക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് തിള വരും കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂടി വെക്കാം. ഇതിപ്പോൾ ഞാനൊരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ എടുത്ത് നോക്കിയപ്പോഴാണ് നല്ല തിള വന്നത്. അപ്പോൾ അതിലേക്ക് ചേർക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് ആണ് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ് കേട്ടോ. ഇത് അധികം പുളിയുള്ള തൈരല്ല. പിന്നെ നമുക്ക് ആവശ്യത്തിന് അത്രയും നമുക്ക് ഇതിപ്പോൾ ഞാൻ 2 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒത്തിരി തൈര് എടുത്തിട്ടില്ല. പിന്നെ അത് അരഞ്ഞ് കിട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ. അത് നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചത് നമ്മൾ ഈ കറിയുടെ കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് ഒത്തിരി നേരം തിളപ്പിക്കേണ്ട, നമ്മൾ ജസ്റ്റ് ഒരു ചൂടാവുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കത് കുറച്ച് നേരത്തേനൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമുക്കിതിൽ കടുക് പൊട്ടിച്ചൊഴിക്കണം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്, അപ്പോൾ ഞാനത് സ്റ്റൗ അങ്ങ് നിർത്തി. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ കടുകും പിന്നെ ചെറിയുള്ളി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്, പിന്നെ വറ്റൽമുളകും കറിവേപ്പിലും കൂടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാം. ഞാൻ ഈ കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ മിക്സ് ചെയ്യത്തില്ല. ഒരു 5-10 മിനിറ്റ്സ് ഞാൻ അങ്ങനെ തന്നെ മൂടി വെക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നിട്ട് ഇത് മിക്സ് ചെയ്യുന്നത്. കാരണം അപ്പോഴത്തേന് ആ കടുക് പൊട്ടിച്ചതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ കറിയിലേക്ക് ഇറങ്ങും. അപ്പോൾ ഇത് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.